ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഓഡിറ്റ് ടൈം ലൈനിനെ കുറിച്ചിട്ടാണ്. ഓഡിറ്റ് ടൈം ലൈൻ ഓഡിറ്റിൽ വരുന്ന ദിവസങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കൈവശം കിട്ടുന്നത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ വിതിൻ 45 ഡേയ്സ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിതിൻ 45 ഡേയ്സിൻ്റെ ഉള്ളിലാണ് കിട്ടുക. കംപ്ലീറ്റ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് വിതിൻ 90 ഡേയ്സിൻ്റെ ഉള്ളിൽ വിതിൻ 90 ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നീട് അത് സബ്മിറ്റ് ഓഡിറ്റ് കഴിഞ്ഞാൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 30 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 30 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. ഈ ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് ഫീസ് കൊടുക്കുന്നത് ഫിക്സ് ചെയ്യുന്നത് DCA ആണ്. അത് കൊടുക്കുന്നത് DCA ആണ്. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇൻറ്റിമേഷൻ ചെയ്യണം. അങ്ങനെ 69(4) പ്രകാരം ഇനി ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ DCA ആൻഡ് രജിസ്ട്രാർ കൂടി ചേർന്ന് ജനറൽ ബോഡിയിൽ വെക്കണം. അത് സെക്ഷൻ 69(4) പ്രകാരം എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 15 ദിവസത്തിൻ്റെ ഉള്ളിൽ വിതിൻ 15 ഡേയ്സ് DCAയും രജിസ്ട്രാറും ചേർന്നിട്ട് ജനറൽ ബോഡിയിൽ വെക്കണം. സബ്മിറ്റ് ചെയ്യണം. എന്തെങ്കിലും 69(4) എന്ന് പറയുന്നത് ഡിഫക്റ്റ് റെക്ടിഫിക്കേഷനാണ്. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ DCAയും RCAയും ജനറൽ ബോഡിയിൽ സബ്മിറ്റ് ചെയ്യണം. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് വിതിൻ 2 months കിട്ടുക. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ ഡിസിഷൻ കിട്ടുന്നത് വിതിൻ 2 months. അപ്പോൾ ഇത്രയാണ് ഓഡിറ്റ് ടൈം ലൈനിനെ കുറിച്ച് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.